الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാനും അതേ രൂപത്തിൽ മരണപ്പെട്ടു പോകുവാനും കഠിനമായി പരിശ്രമിക്കണേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് വിശ്വാസികളുണ്ട്. ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും പല രൂപത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാ വിശ്വാസികളുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു അവൻ്റെ റഹ്മത്തും അവൻ്റെ നിഅമത്തും സദാസമയം വർഷിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, റമളാൻ കഴിഞ്ഞു, ശവ്വാലിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനു മുമ്പായി കൊണ്ട് വലിയ ശാരീരികമായ പ്രയാസങ്ങളില്ലാത്ത ആളുകൾ സ്വഫിലേക്ക് ചേർന്നിരിക്കലാണ് വേണ്ടത്. ശാരീരികമായ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള ആളുകൾക്ക് അതിനുള്ള ഇളവുകളുണ്ട്. നമ്മൾ ഏറ്റവും പിന്നിലല്ല ഏത് കാര്യത്തിലും ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുന്നിൽ എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുക ആ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അങ്ങനെയുള്ള സമയത്ത് അതിനുള്ള ഖൈറും ബറക്കത്തും അതൊക്കെ നമുക്ക് വർദ്ധിച്ച് ലഭിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, ഏറ്റവും വലിയ ഒരുപാട് ഇബാദത്തുകളൊക്കെ പൂർത്തിയാക്കി റമളാൻ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു. അത് ഏത് രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തി എന്നത് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കണം. ഏതൊരു ഇബാദത്തും അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യവും പൂർത്തീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഉമർ എന്ന് ചരിത്രത്തിൽ പരിചയപ്പെടുത്തിയ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി റമളാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ നാടുകളിലേക്കും അവിടെയുള്ള ഗവർണർമാർക്ക് കത്ത് ആളുകളോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക എന്ന്. ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് പാപമോചനം കൂടുതലായിക്കൊണ്ട് തേടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്തെഴുതുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അസറിന്റെ സമയത്താണ്. എന്നിട്ട് മുഴുവൻ കാര്യങ്ങളുടെയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ മഗ്രിബ് ആകുന്നതിന് മുമ്പ് തന്നെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ നിർദ്ദേശങ്ങൾ മറന്നുപോവുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് അവിടെ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീബിയും പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നോക്കൂ, ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയി. ആ മറന്നുപോയതിനു ശേഷം ചെയ്ത തെറ്റിന്റെ പേരിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുവേ, ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ അക്രമം ചെയ്തു, നിന്നെ ധിക്കരിക്കുകയും ചെയ്തു. നീ എന്ത് ചെയ്യണം? വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പാപമോചനം നൽകണം.
ഇനി പാപമോചനം നൽകിയില്ല എങ്കിൽ, നീ ഞങ്ങളുടെ മേൽ കരുണ കാണിച്ചില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടവരായിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവിയും പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞു തരുന്നത് ഏറ്റവും കൂടുതൽ പാപമോചനം തേടേണ്ട സമയമാണ്. റമളാനിലാകുമ്പോൾ അതിന്റെ രാവും പകലും ഒക്കെ പാപമോചനങ്ങൾ തേടി അതോടുകൂടി നിർത്തേണ്ടതല്ല. ഒരു നന്മ പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. ഇത് നമസ്കാരം തെറ്റായത് കൊണ്ടാണ് അല്ല, നമസ്കാരത്തിൽ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തത് കൊണ്ടാണ് അല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടതാണ്. ഏതൊരു നന്മ പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് തേടേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കൊണ്ട് കടന്നു വരും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. അവിടെയും അല്ലാഹു പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. എന്താ ചെയ്തത്? ആളുകൾ ദഅവത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നതിന് ശേഷം ആവശ്യപ്പെട്ടത് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ഏതൊരു നല്ല കാര്യം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. മാത്രമല്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തൊക്കെ നടത്തിയതിനു ശേഷം, ആളുകൾക്ക് പ്രബോധനം ചെയ്തതിനു ശേഷം പറയുന്ന കാര്യം, ഈ യഗ്ഫിർലി ഖതിയതി യൗമദ്ദീൻ, പ്രതിഫല നാളിന്റെ ദിവസത്തിൽ എന്റെ പാപങ്ങൾക്ക് പൊറുത്തു തരുന്നവനായ റബ്ബാനാണ്, അവന്റെ മേലാണ് എനിക്ക് പ്രതീക്ഷ. അവിടെയും ഇസ്തിഗ്ഫാറാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പറയുന്നത്. മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തും ഇൽമും ഒക്കെ നൽകുന്നത്. അതിനുശേഷം അദ്ദേഹം നാട്ടിലിറങ്ങുമ്പോൾ 2 ആളുകൾ ശണ്ട കൂടുന്നു, പെടുന്നു. അപ്പൊ ഒരാളെ തല്ലി അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഗഫറ ലഹു. അല്ലാഹുവേ, ഞാൻ എൻ്റെ നഫ്സിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തവനാണ്, ദുൽമ ചെയ്തവനാണ്, നീ എനിക്ക് പുറത്തു തരണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു നൽകുകയും ചെയ്തു എന്നതാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അത് തന്നെയാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് ആരുമില്ല, നീയാണ് ഉള്ളത്. ഞാൻ എൻ്റെ നഫ്സിന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദുൽമ ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണേ എന്ന രൂപത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, റമളാൻ കഴിഞ്ഞല്ലോ, ഇനി ഇസ്തിഗ്ഫാർ ഇല്ല എന്നല്ല, ഇനി ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട സമയങ്ങളാണ്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് നൽകി, ആരോഗ്യം നൽകി, ഒക്കെ നൽകി. പക്ഷെ അത് ഏത് രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എങ്ങനെ ഉപയോഗപ്പെടുത്തിയത്? ആ 30 ദിവസം, 1 മാസം എങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞുകൂടിയത്? എത്ര ഖുർആൻ പാരായണമൊക്കെ ഉണ്ടായിരുന്നു, എത്ര കണ്ട് ഇഖ്ലാസും ഈമാനോട് കൂടി നോമ്പനുഷ്ഠിച്ചു, രാത്രി നമസ്കരിച്ചു, എത്ര ദിക്റും ദുആവും ഒക്കെ വർദ്ധിപ്പിച്ചു, എത്ര സ്വതക്കാത്തുകൾ നൽകി. അപ്പൊ അവർക്ക് ഇതൊക്കെ അല്ലാഹു നൽകിയിട്ടും അതിലൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം ഇതൊക്കെ അല്ലാഹു, ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് പോലും ഏറ്റവും പോരിശയാക്കപ്പെട്ടതായ ഒരു റമളാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞ് കഴിയുമ്പോഴും എന്തൊക്കെ കുറെ പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാഹു, നീ എനിക്ക് പുറത്തു തരണേ, നീ പുറത്തു തരണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. അത് റമളാനോട് കൂടി ഇസ്തിഗ്ഫാർ അവസാനിക്കേണ്ടതല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. ഫഇന്നകും ലാ തദ്റൂന മതാ തൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് എപ്പോഴാണ് ഇറങ്ങുന്നത് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയത്താണ് ഒരാൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. അല്ലാഹുവിന്റെ റഹ്മത്ത്, ആ കാരുണ്യം ആ മനുഷ്യന്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ അല്ലാഹു വർഷിപ്പിക്കും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എത്ര നമുക്ക് പറയാൻ കഴിയാം, അത്രയേറെ മനസ്സറിഞ്ഞുകൊണ്ട് പറയാ എന്നത് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നിരന്തരമായി അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കാം. റഹ്മാനായ റബ്ബിനെ കുറിച്ച് പഠിക്കാം, അവന്റെ സാമർത്ഥ്യത്തെ കുറിച്ച് പഠിക്കാം, അവന്റെ കഴിവിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ അല്ലാഹുവിനുള്ള പ്രതീക്ഷ
അവൻക്ക് അധികരിക്കും. റഹ്മാനായ റബ്ബ് ആരെന്ന് അവൻ തിരിച്ചറിയും. അപ്പോൾ അവൻ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് നീ പഠിക്കണം, മനസ്സിലാക്കണം. റഹ്മാനായ റബ്ബ് ആരാണ്, അവന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞത് നീ എന്ത് ചെയ്യണം, വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപത്തിന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അപ്പോൾ തൗഹീദ് പഠിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ കഴിയില്ല. അവൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇന്ന് ആളുകളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ആരാ പഠിക്കുക? ബാക്കിയുള്ള എല്ലാ മസാലകളൊക്കെ പഠിക്കും. തറാവിന്റെ റക്അത്തിന്റെ എണ്ണത്തിലാണ്, ഖിയാമുൽ ലൈൽ നമസ്കരിക്കണോ, സ്വതക്കയെ കുറിച്ചും മറ്റതൊക്കെ പഠിക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കില്ല. അതിപ്പോ എന്താ പഠിക്കാനുള്ളതാണ് ചോദിക്കുക. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിക്കണമെന്നാണ്. അങ്ങനെ പഠിക്കുമ്പോൾ വസ്തഗ്ഫിർ ലിദംബിക്, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിരാശപ്പെടൂല എന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടൂല, അല്ലാഹുവിനെ കുറിച്ചുള്ള നിരാശ ഉണ്ടാവില്ല. മറിച്ച് അവർക്ക് പ്രതീക്ഷ വർദ്ധിക്കും. ആ പ്രതീക്ഷകൾ വർദ്ധിക്കുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ അവൻ ഇസ്തിഗ്ഫാർ ചെയ്യും എന്നതാണ്. മാത്രമല്ല, മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവനും അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തിയതിനു ശേഷം അവർ പറഞ്ഞത് വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിനെ എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ സമയത്താണ്, സന്ദർഭത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിലേക്ക് 3 വ്യക്തികൾ വരും. ഒരു വ്യക്തി വന്ന് പറയുന്നു, എനിക്ക് മക്കളില്ല. ആ സമയത്ത് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മറ്റൊരാൾ വന്ന് പറയാം, അള്ളാഹുവിന്റെ മഴ വർഷിക്കുന്നില്ല, വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. മറ്റൊരാൾ വന്നുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ പറയും, അയാളോട് പറയാ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇത് കണ്ടു നിന്ന വേറൊരു വ്യക്തി അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, 3 വ്യത്യസ്തമായ പ്രശ്നങ്ങളുമായിട്ടാണ് വന്നത്. ആ 3 നിങ്ങളെ പറഞ്ഞ പരിഹാരം ഒന്ന് മാത്രമേ, എന്താ, ഇസ്തിഗ്ഫാർ വർദ്ധിക്കാന്നാണ്. എന്താ അതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, പടച്ച റബ്ബ് പറഞ്ഞതാണ്. ആര് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നുവോ അവർക്ക് മക്കളെ നൽകും, ആര് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നുവോ അവർക്ക് മഴ നൽകും, ആര് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നുവോ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ റഹ്മത്ത് നൽകും, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കും, അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി കൊടുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞ വാഗ്ദാനാണ്, ഞാൻ പറഞ്ഞ പരിഹാരമല്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. അപ്പൊ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം തന്നെ 100-ലേറെ പ്രാവശ്യം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി തെറ്റ് ചെയ്തുകൊണ്ടല്ലല്ലോ, മറിച്ച് എന്തുകൊണ്ട്, ആര് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നോ അവൻക്കുള്ള പദവികൾ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിനോട് ഖബൂലിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഒന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, രണ്ടാമത്തത് നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. മുൻഗാമികളെ കുറിച്ച് പറയുന്നത് 6 മാസം മുമ്പ് തന്നെ റമദാൻ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാഹു റമദാനിൽ എത്തിച്ചേരാനും ഇബാദത്തുകൾ ചെയ്യാനും തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥനയായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞതിന് ശേഷം 6 മാസം ചെയ്ത അമലുകൾ കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളെ പെരുന്നാൾ ദിവസം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എത്ര ആളുകളുണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവേ റമദാനിൽ കുറെ ഇബാദത്തുകൾ ചെയ്തവരാണ്, ഇതൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞവർ ഉണ്ടാവില്ല, വളരെ വിരളാണ്. എന്ന കബൂലിയത്തിന് 6 മാസത്തോളം അല്ലാഹുവേ ഞങ്ങൾ ഈ റമദാനിൽ ചെയ്ത ഇബാദത്തുകൾ നീ കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഖൂലുലിൽ ഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിനൽ അമൽ, കൂടുതലായിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നല്ല, അമൽ ചെയ്യുക എന്നതല്ല, അതിനേക്കാളും പ്രാധാന്യമുള്ളത് കബൂലിയത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. അമലുകൾ ഒരുപാട് ചെയ്തു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ അതൊക്കെ നിഷ്ഫലമായി പോയാൽ ആ മനുഷ്യൻ ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നിരന്തരമായി എന്ത് ചെയ്യണം, അമലുകൾ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ 3 സന്ദർഭങ്ങൾ മറന്നുപോകും, 3 അവസ്ഥകളിൽ മറന്നുപോകും. ഒന്ന്, ഏറ്റവും പ്രധാനമായത് ആ ചെയ്യുന്ന അമലിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക, അതിനെക്കുറിച്ചുള്ള ആ അമലിനെ കുറിച്ചുള്ള അതിന്റെ റുക്ൻ എന്താണെന്നും സുന്നത്ത് എന്താണ്, ഫർള് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ നമസ്കാരത്തിന്റെ കാര്യമാകുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് പഠിക്കണം.
മനസ്സിലാക്കണം. എന്താ നമസ്കാരത്തിലുള്ള റുക്ൻ, എന്താ അതിന്റെ ഫർള്, എന്താ അതിൽ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താ. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്ന കാര്യമാണ്. ഒരു സുജൂദ് നഷ്ടപ്പെട്ടു, നമസ്കാരത്തിൽ മറന്നുപോയി, അവൻ എന്താ ചെയ്യേണ്ടത്? സഹവിന്റെ സുജൂദ് ചെയ്താൽ മതിയോ? അല്ല, ആ റക്അത്ത് തന്നെ തിരിച്ചെടുക്കേണ്ടതുള്ളൂ. നമുക്ക് പല ആളുകൾക്ക് അറിയില്ല. നമ്മൾ 5 വക്ത് നിർബന്ധമായി നിസ്കരിക്കുന്ന കാര്യം എന്ന് പറയാം. ഇതിന് പോലും 5 വക്ത് കൃത്യമായി അല്ലെങ്കിൽ നിർബന്ധമായി എല്ലാ ദിവസവും ചെയ്യുന്ന ഇബാദത്ത് പോലും കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളാണ് പലപ്പോഴും നമ്മളിൽ പല ആളുകളും. എത്ര ഖേദകരാണ്. കാരണം അവൻ ചെയ്യുന്ന കർമ്മത്തെ കുറിച്ച് അവൻ പഠിച്ചില്ല എങ്കിൽ, അത് ശരിയായില്ലെങ്കിൽ അള്ളാഹു അത് കബൂൽ ചെയ്യും? ഒരിക്കലില്ല. കാരണം ഒരു കർമ്മം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് പോലെ ചെയ്തതിന് ശേഷമാണ് കബൂലിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചെയ്തതാണ്. അള്ളാഹ് പറഞ്ഞ സ്ഥലത്ത്, അള്ളാഹ് പറഞ്ഞ പോലെ, അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ കഅബ പുനർനിർമ്മാണം ചെയ്തു. എന്നിട്ടാ പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാണ്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നിർബന്ധമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ റുക്ൻ ഏതൊക്കെയാണ് എന്ന് പഠിച്ചതിന് ശേഷമായിരിക്കണം അവൻ പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അതിൽ ഒരിക്കലും റിയാ ഉണ്ടാകാൻ പാടില്ല. ആളുകളെ കാണിക്കാനോ ആളുകളെ ബോധ്യപ്പെടുത്താനോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ എന്താ? ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു, എന്നിട്ട് അതിന്റെ റുകൂഉം സുജൂദും അവൻ നന്നാക്കുന്നു. എന്തിനാ അവൻ നന്നാക്കുന്നത്? ആളുകളെ കാണിക്കാൻ വേണ്ടി, ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഒരാളെ കാണുന്നു എന്നതുകൊണ്ട് അവന്റെ റുകൂഉം സുജൂദും നന്നാക്കുന്നതാണ്. അത് റിയാഇന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. അതിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് തന്നെ ഞാനൊക്കെ കൊള്ളാം, ഒരു പ്രശ്നമില്ല, മറ്റുള്ളവൊന്നും നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ 5 വക്ത് പള്ളിയിൽ വരുന്നില്ല, ഞാനൊക്കെ 5 വക്ത് പള്ളിയിൽ വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മറ്റോ അത്രയൊന്നും സ്വതക്കം നൽകുന്നില്ല, ഞാൻ ഒരുപാട് നൽകുന്നുണ്ടല്ലോ, ഞാനൊരു കുഴപ്പമില്ല എന്നതാണ് നമ്മുടെ മനസ്സിന് പലപ്പോഴും പിടികൂടുന്ന മാരകമായിരുന്നു. അതുണ്ടാക്കാൻ പാടില്ല. ആരെന്ത് ചെയ്യുന്നതല്ല, ഞാൻ ചെയ്യുന്നത് പടച്ചറപ്പിനാണ്. പലപ്പോഴും പല ആളുകളും സംസാരത്തിന്റെ ഇടയിൽ പറയും, ഞാൻ ഇത്രയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, മറ്റാൾ അത്രയൊന്നും കൊടുക്കുന്നില്ല. മറ്റുള്ളവർ കൊടുക്കുന്നത് നമ്മൾ നോക്കേണ്ടതില്ല, ഞാൻ കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലുണ്ടായാൽ തന്നെ അവന്റെ അമൽ ബാത്തിലായി പോകുന്നതാണ്. ഏത്? ഞാൻ കുഴപ്പമില്ല, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ഉഷാറാണ്, എന്റെ നാട്ടുകാരെക്കാരൊക്കെ ഉഷാറാണ്, മറ്റേ എന്റെ കൂട്ടുകാരനൊക്കെ ഉഷാറാണ് എന്ന് തോന്നിയാൽ തന്നെ മതി. കാരണം അവൻ ചെയ്യുന്നത് നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നിനു വേണ്ടിയിട്ടല്ല, പടച്ചറപ്പിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും പല ആളുകൾ പറയും, ഞാൻ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കലുണ്ട്, അല്ലെങ്കിൽ ഈ അധികം ഉണ്ടാകുന്നതാണ് ഈ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ അള്ളാഹ് പഠിപ്പിച്ച സുന്നത്താണെന്നാണ്. അത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കൂല, അത് ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ സുന്നത്തായ കർമ്മം ഒരാൾ എടുക്കാത്തവൻ എന്ത് ചെയ്യാം? വിമർശിക്കാം. അല്ലെങ്കിൽ എടുക്കാത്തവരെ കുറിച്ച് ഇവർക്കൊരു തോന്നൽ, അവനൊന്നും പോരാ, എന്റെ അത്ര ഉഷാറൊന്നുമില്ല എന്ന തോന്നല പലപ്പോഴും ഉണ്ടാവാം. യഥാർത്ഥത്തിൽ എത്രയും ഭീകരമായ അവസ്ഥയാണ്. കാരണം അവൻ ചെയ്യുന്നത് അവന്റെ പരലോകത്തിനാണ്, അവന്റെ ഖബറിനാണ്, അവന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അവൻ മറ്റുള്ളവർ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യുക എന്നതാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. മറ്റൊന്ന്, മനസ്സിലുണ്ടാവാം, ആളുകൾക്ക് അറിയണം, ബോധ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആളുകളൊക്കെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന തോന്നലുണ്ടായാലും അവന്റെ അമലുകൾ നഷ്ടപ്പെടുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഒന്ന്, ആ ചെയ്യുന്ന ഇബാദത്തിന്റെ മുമ്പ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കണം, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. രണ്ടാമത്തത്, റിയാ ഉണ്ടാകാൻ പാടില്ല. റിയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആളുകൾ കാണുന്നു എന്നതിന്റെ പേരിൽ ആ ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കാനോ അതിൽ ഒരു അല്പം അതിനൊരു മോഡിഫൈ ചെയ്യാനോ പാടില്ല എന്നതാണ്. അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ കുഴപ്പമില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ അവൻ ഇബാദത്ത് ചെയ്യുന്നവനാണ്, നന്നായി നമസ്കരിക്കുന്നവരാണ്, സ്വതക്കം നൽകുന്നവരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായത് ചെയ്ത ഇബാദത്തുകൾ കബൂലിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. 2 കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. ഒന്ന്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത്, ചെയ്ത അമലുകൾ കബൂലിയത്തിന് വേണ്ടി നിരന്തരമായി കണ്ണീര് ഒഴുകി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം അല്ലാഹ് നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്തില്ല എങ്കിൽ നമ്മുടെ നമസ്കാരം, രാത്രി നിന്ന് നമസ്കരിച്ചതും നമ്മുടെ നോമ്പും ആ പട്ടിണിയും ഒക്കെ വ്യർത്ഥമായി പോകും. അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതുകൊണ്ട് റഹ്മാനായ റബ്ബ് സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നത് നമ്മൾ തിരിച്ചറിയാം. റഹ്മാനായ റബ്ബ് അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശവ്വാൽ മാസത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചതാണ് ശവ്വാലിലെ 6 നോമ്പ്. ശവ്വാൽ മാസത്തിലെ 6 നോമ്പ്. ഈ 6 നോമ്പ് ശവ്വാൽ മാസം അവസാനിക്കുന്നതിന് മുമ്പ്, ദുൽഖഅദ മാസം പിറവി സംഭവിക്കുന്നതിന് മുമ്പ് നോക്കി നോറ്റാൽ മതി. അഥവാ ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പ് 6 ദിവസം, ഇപ്പൊ 30 ദിവസം നോമ്പെടുത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മാസം നോമ്പെടുത്ത ആൾക്ക് ഇനി ഒരു 6 ദിവസം നോമ്പെടുക്കുന്ന വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ അത് എന്ത് ചെയ്യണം? ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി എടുക്കണം. എല്ലാ ഇബാദത്തിലും അങ്ങനെയാണ്. അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ 1 വർഷം നോമ്പെടുത്തതിന്റെ പ്രതിഫലം, 1 കൊല്ലം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ ഓഫർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 6 ദിവസം കൂടിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ പല ആളുകളും എടുത്തിട്ടുണ്ടാവും. ഇനി എടുക്കാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. അത് ഒരു നേട്ടം, 1 വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം ഉണ്ടാവും. രണ്ടാമത്തത്, ഫർള് നോമ്പിൽ എന്തെങ്കിലും വന്നിട്ടുള്ള ഏറെക്കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മായ്ക്കപ്പെടാനും ആ 6 നോമ്പ് കാരണമായി തീരുന്നതാണ്. ഇനി റമദാനിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, ഒന്നെങ്കിൽ ശാരീരികമായ പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ യാത്ര കൊണ്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുള്ള കാലം അല്ല, ആ സമയത്ത് നോമ്പെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നഷ്ടമായ നോമ്പുണ്ടെങ്കിൽ ഫർള് നോമ്പാണ് ആദ്യം നോക്കി വീട്ടേണ്ടത്. ആ ഫർള് നോമ്പ് നോക്കിയതിന് ശേഷമാണ് ശവ്വാലിലെ 6 നോമ്പ് എടുക്കേണ്ടത്. നമ്മൾ ഇതിങ്ങനെ മടി കാട്ടി അലസത കാട്ടി പിന്നീടാകാം എന്ന് മാറ്റി വെച്ചാൽ ശവ്വാല് തീർന്നാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും മത്സരിക്കാൻ പറഞ്ഞു, ഖൈറാത്തുകളിൽ മത്സരിക്കാൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ 6 നോമ്പ് എടുത്ത് വീട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിലെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മടി കാണിക്കാൻ പാടില്ല. കാരണം 1 വർഷം നോമ്പെടുത്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ നിഷ്ഫലമാകുന്ന ഒരു കർമ്മം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ആളുകളെ വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ അമലുകൾ ബാത്തിലായി പോകും. ആരാണ് മുഫ്ലിസ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറഞ്ഞത്, ദിർഹമും ദീനാറും ഇല്ലാത്ത ആളുകള്, പാപ്പരൻ ദരിദ്രനായ ആള് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, സമ്പത്തില്ലാത്തവൻ, വീടില്ലാത്തവൻ എന്നൊക്കെ നമ്മൾ പറയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരെന്ന് ചോദിച്ചാൽ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി നല്ല കാര്യങ്ങളുമായി ഇബാദത്തുകളുമായി പരലോകത്ത് എത്തിപ്പെടുന്ന ആളാണ്. പക്ഷേ അവനെതിരെ പ്രതികൂലമായി സാക്ഷ്യം പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇവൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ ചോര എടുത്തിട്ടുണ്ട്, എന്റെ സമ്പത്ത് കൊള്ളടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നീണ്ടു നിൽക്കുന്ന ക്യൂ ഉണ്ടാവുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ നന്മകളൊക്കെ ഇവന്റെ എതിരെ സാക്ഷ്യം പറയുന്ന ആളുകൾക്കൊക്കെ എടുത്തു കൊടുക്കും. ഇവൻ ദുനിയാവിൽ ആരൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, അവർക്കൊക്കെ അല്ലാഹു ഭൂതം വെച്ച് കൊടുക്കും. എന്നിട്ടും ആളുകൾ ബാക്കിയുണ്ടാവുന്ന റസൂലുള്ളാഹി പറഞ്ഞു. കാരണം അത്രയേറെ ബുദ്ധിമുട്ടിച്ചവന് ദുനിയാവിൽ. എന്നിട്ട് അവരുടെ പാപങ്ങൾ ഈ വ്യക്തിയുടെ മേൽ ഇട്ടുകൊടുത്ത് ആ വ്യക്തി നരകത്തിലേക്ക് വിരിച്ചറിയുന്നതാണ്. അവന്റെ നോമ്പും സ്വതക്കയും സക്കാത്തും ഒക്കെ ചെയ്തത് പരലോകത്തെത്തുമ്പോൾ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ആരെയും ചെയ്യണ്ട, വേദനിപ്പിക്കണ്ട, ആരെയും പ്രയാസപ്പെടുത്തണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ട ഒരു കമന്റ് പറയണം, ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒന്ന് പറയണമെന്നാണ്. അതുകൊണ്ട് പറഞ്ഞു, നാവ് കൊണ്ട് നരകം വാങ്ങുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് പണ്ഡിതന്മാർ ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ നാവ് കൊണ്ട് നരകം വാങ്ങുന്ന ആളുകൾ? ചില ആളുകൾക്ക് ഒന്ന് തടിച്ചാൽ മതി, ഒന്ന് തടി കുടിക്കണല്ലോ, അല്ലെങ്കിൽ ഒന്ന് മെലിഞ്ഞാൽ മതി, ഒന്ന് മെലിഞ്ഞല്ലോ, ഒന്ന് കറുത്താൽ മതി, ഒന്ന് കറുത്തിനല്ലോ, ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും പറയണമെന്നാണ്. പറഞ്ഞില്ല എങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലെന്ന് അറിയില്ല. അതെന്ത് ചെയ്യും, ആ മനസ്സിനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ നാളെ പരലോകത്തിൽ ഖേദിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ആരെ കുറിച്ച് എന്ത് ചെയ്യണം, കമന്റ് പറയണം. നമ്മൾ ആരെ കുറിച്ച് എന്തും പറയണം. കാരണം നമുക്ക് ആ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ലാഭം ലഭിച്ച ആളുകളുണ്ടോ, നേട്ടം ലഭിച്ച ആളുകളുണ്ടോ? ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് കമന്റ് പറഞ്ഞ് അവൻ തടിയനാണ്, മെലിഞ്ഞിട്ടുണ്ട്, മാറുന്നു, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവര് ചിലപ്പോൾ വേദനിച്ച് നടക്കുന്നുണ്ടാവും.
ഇവന് വേദന ഉണ്ടാവും. കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ ഒന്ന് തടി കൂടിയല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനിച്ചിട്ടായിരിക്കും മനസ്സിൽ ഇത് ആരും ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് മറ്റും വന്ന് ചോദിക്കാൻ പലപ്പോഴും ഉണ്ടാവുന്നറിയാം. ഈ മക്കളില്ലാത്ത ആളുകളുണ്ടാവും. അള്ളാഹു മക്കളില്ലാത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. ഇവരെടുത്ത് പോയിട്ട് ചോദിക്കാൻ എന്ന് വെച്ചാൽ കുട്ടി ഉണ്ടായില്ലേ, കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായില്ലേ, ഇത്ര കാലമായില്ലേ, ഇതുവരെ ഉണ്ടായില്ലേ, ഒരു ഡോക്ടറെ കാണിച്ചോ, ഇങ്ങനെ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉപ്പ മരണപ്പെട്ട അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ട മക്കളെടുത്ത് പോയി ചോദിക്കുന്ന ആളുകളുണ്ട്. ഉപ്പ ഇല്ലല്ലേ, ഉപ്പ മരണപ്പെട്ട് ഇത്ര കൊല്ലായി. ഇവര് മനസ്സിൽ അത് ആ നൊമ്പരം കൊണ്ട് നടക്കുന്നുണ്ടാവും. എന്നിട്ടാ ചോദിക്കാൻ. ഇതൊക്കെ പരലോകത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സാന്ദർഭികമായി വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ റമദാനിലെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ദുനിയാവിൽ ഇങ്ങനത്തെ പ്രവർത്തികൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ പരലോകത്ത് നമുക്ക് ഖേദിക്കുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കുക. എന്ത് സംസാരിക്കണമെന്നത് നമ്മൾ ചിന്തിക്കുക. സംസാരിച്ചതിന് ശേഷമല്ല ചിന്തിക്കേണ്ടത്, സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. കാരണം നമ്മുടെ നാവ് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. ഇബ്ലീസ്, ശൈത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ശൈത്താനിനെ അല്ലാഹു കെട്ടിയിട്ടു. ഇനിയുള്ള മാസങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശൈത്താനെ കെട്ടിയിടണം. റമദാനിൽ ആ സൗകര്യം അല്ലാഹു ചെയ്തിട്ടാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഒരു മാസക്കാലം അവന്റെ ശല്യത്തിൽ നിന്ന്, അവന്റെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു ശൈത്താനിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 11 മാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശൈത്താനിനെ കെട്ടിയിടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വമാണ് റമദാനിൽ, ആ ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ റമദാനിൽ നേടിയെടുത്തത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. റഹ്മാനായ റബ്ബ് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് പല രാഷ്ട്രങ്ങളിലും, പല രാജ്യങ്ങളിലും. അള്ളാഹു അവർക്കെല്ലാം സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ, തകർക്കാൻ വേണ്ടി പല രീതിയിലും അവരുടെ സാമ്പത്തികമായി ചെലവഴിച്ചുകൊണ്ടും നിയമപരമായി പല രീതിയിലും പ്രയാസപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ആര് എത്ര തന്ത്രം രൂപിച്ചാലും, എന്തൊക്കെ നിയമങ്ങൾ പാസ്സാക്കിയാലും റഹ്മാനായ റബ്ബിന്റെ ആ തീരുമാനമേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ആ റഹ്മാനായ റബ്ബിന്റെ സഹായത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാവുക. ഒന്നും ഭയപ്പെടാനില്ല. റഹ്മാനായ റബ്ബ് അവൻ സഹായിക്കും, അവന്റെ സഹായം നമുക്കുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നതാണ് സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. اقم الصلاه.